بسم الله الحمد لله رب العالمين. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذلك نقص عليك من أنباء ما قد سبق وقد آتيناك من لدنا ذكرا من أعرض عنه فإنه يحمل يوم القيامة وزرا خالدين فيه وساء لهم يوم القيامة هملا يوم ينفخ في السور ونحشر المجرمين يومئذ زرقا يتخافتون بينهم من لبثتم إلا عشرا نحن أعلم بما يقولون إذ يقول أمثلهم طريقة إن لبثتم إلا يوما ويسألونك عن الجبال فقل ينسفها ربي نسفا فيذرها قاعا صفصفا لا ترى فيها عوجا ولا أمتا. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ത്വാഹയാണല്ലോ നമ്മൾ പഠിച്ചു വരുന്നത്. സൂറത്ത് ത്വാഹയിലെ 98 ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. മാഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ ഓതി വെച്ച ആയത്തുകൾ ഇവിടെ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും ആയത്തുകളിലൂടെ ഷിർക്കിൻ്റെ ഗൗരവം ഉണർത്തുകയായിരുന്നു. അതിനുശേഷം 98-ാമത്തെ ആയത്തിൽ തൗഹീദിൻ്റെ പ്രാധാന്യം വിശദീകരിക്കുകയുണ്ടായി. ഇന്നമാ ഇലാഹുക്കുമുല്ലാഹുല്ലദി ലാ ഇലാഹ ഇല്ലാ ഹുവ വസിഅ കുല്ല ഷൈഇൻ ഇൽമ എന്നുള്ള ആയത്തിലൂടെ. ഇനി ഇന്ന് ഓതി വെച്ച ആയത്തിലൂടെ മൂസ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ചരിത്രം വിശദീകരിക്കൽ അവിടെ അവസാനിക്കുകയും ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് തന്നത് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്നുള്ള കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉത്ബോധിപ്പിക്കുകയുമാണ്. അതാണ് കദാലിക നഖുസ്സു അലൈക മിൻ അംബാഇ മാ ഖദ് സബഖ് വഖദ് ആതൈനാക മിൻ ലദുന്ന ദിക്റ എന്നുള്ള ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്? കദാലിക പ്രകാരം നഖുസ്സു അലൈക, നിനക്ക് നാം വിവരിച്ചു തന്നു. നബിയോട് പറയുകയാണ്, മിൻ അംബാഇ മാ ഖദ് സബഖ്, മുൻ കഴിഞ്ഞു പോയിട്ടുള്ളവരുടെ ചില വൃത്താന്തങ്ങൾ. വഖദ് ആതൈനാക, നിനക്ക് നാം നൽകിയിട്ടുമുണ്ട്, മില്ലദുന്ന, നമ്മുടെ പക്കൽ നിന്ന്, ദിക്റ, ബോധനം, സ്മരണം. എന്താ പറഞ്ഞത്? മുമ്പ് കഴിഞ്ഞു പോയ സംഭവങ്ങളെ പറ്റിയുള്ള വൃത്താന്തങ്ങളിൽ നിന്ന് നാം നിനക്ക് ഇപ്രകാരം വിവരിച്ചു തന്നിരിക്കുന്നു. തീർച്ചയായും നാം നിനക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ബോധനം നൽകിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുള്ളത് ഇവിടെ അവസാനിപ്പിച്ചുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ നിനക്ക് വേണ്ടി നാം വിശദീകരിച്ച് തന്നത് എന്തിനാണ് എന്നും നിനക്ക് നമ്മുടെ പക്കൽ നിന്നുള്ള ഒരു ബോധനമാണ് ഇത് എന്നും അറിയിക്കുകയാണ്. തുടർന്നു കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് 100-ാമത്തെ ആയത്തിലൂടെ, മൻ അഅറള അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റ. മൻ അഅറള, ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ, അൻഹു, അതിനെ തൊട്ട്, അതിൽ നിന്ന്, ഏതിൽ നിന്ന്? ഈ മുൻകഴിഞ്ഞു പോയ ആളുകളുടെ വിവരണങ്ങളിൽ നിന്ന് ആരെങ്കിലും തിരിഞ്ഞു പോയാൽ, ഇത്തരം കാര്യങ്ങളിലൂടെ ആരെങ്കിലും ശ്രദ്ധയില്ലാതെ ജീവിച്ചാൽ, അശ്രദ്ധയിലായാൽ, തീർച്ചയായും അവൻ ഫഇന്നഹു, അവൻ യഹ്മിലു യൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവൻ വഹിക്കേണ്ടി വരും. ഹമല യഹ്മിലു പറഞ്ഞാൽ ഭാരം പേറുക എന്നാണല്ലോ. എന്ത്? വിസുറ, പാപം എന്നാണ്. അപ്പോൾ പാപഭാരം, കുറ്റഭാരം തീർച്ചയായും അവൻ ഖിയാമത്ത് നാളിൽ പേറേണ്ടി വരും എന്ന് പറഞ്ഞാൽ എന്താണ്? ആരെങ്കിലും അതിൽ നിന്ന് അഗ്റള, തിരിഞ്ഞു കളയുന്ന പക്ഷം തീർച്ചയായിട്ടും അവൻ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ, യൗമുൽ ഖിയാമ എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവൻ
യഹ്മിലു യൗമൽ ഖിയാമത്തി വിസുറ. വിസുറുമാന ഭാരം അല്ലെങ്കിൽ കുറ്റം എന്നൊക്കെ, കുറ്റത്തിൻ്റെ ആ ഭാരം അവൻ പേറേണ്ടി വരും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, കുറേ സംഭവങ്ങൾ വിവരിക്കുകയുണ്ടായി അല്ലാഹു. ഈ സംഭവങ്ങളൊക്കെ സത്യത്തിൽ പ്രബോധന മേഖലയിൽ എല്ലാവർക്കും ഊർജം നൽകുന്ന കാര്യം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തത് വഹിയിലൂടെയാണ് എന്നും, ഇത്തരം കാര്യങ്ങളെ കേട്ട് അതിനെ പിൻപറ്റാതെ ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ അവന് നാളെ ഖിയാമത്ത് നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ പാപഭാരം പേറേണ്ടി വരുമെന്നും പറയുകയാണ്. അപ്പോൾ നമുക്കറിയാം, അത്തരത്തിലുള്ള പാപഭാരങ്ങൾ പേറിക്കൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആയത്ത് തന്നെയാണ് തൊട്ട് 101 ആയത്ത് ആയിട്ട് വന്നിട്ടുള്ളത്, ഖാലിദീന ഫീ. അതിലവൻ നിത്യവാസികളായിരിക്കും. അത്തരത്തിലുള്ള പാപഭാരം പേറിക്കൊണ്ട് നാളെ ഖിയാമത്ത് നാളിൽ ജീവിക്കുന്ന ആളുകൾ ആ പാപഭാരത്തിൽ അവർ നിത്യവാസികളായിരിക്കും. മാത്രമല്ല, സഅലഹും യൗമൽ ഖിയാമത്തി, അവർക്ക് എത്ര മോശമാണ്, അവർക്ക് എത്ര ചീത്തയാണ് യൗമൽ ഖിയാമത്ത്, ഖിയാമത്ത് നാളിൽ, ഹിംല, അവരുടെ ഭാരം എത്ര മോശമാണ്. അവരാ പാപഭാരത്തിൽ നിത്യവാസികളായിരിക്കുമെന്ന് മാത്രമല്ല, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ ആ ഭാരം അവർക്ക് തീർച്ചയായിട്ടും വളരെയധികം മോശമായ, ദുസ്സഹമായ രീതിയിലായിരിക്കും എന്നുകൂടെ അള്ളാഹു ഉണർത്തുകയാണ്. ഇനി 102 ആയത്തിൽ എന്താണ് പറയുന്നത്? യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ. അള്ളാഹു പറയുകയാണ്, യൗമ യുൻഫഖു ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം, വനഹ്ശുറു, നാം ഒരുമിച്ചു കൂട്ടപ്പെടും, അൽ മുജ്രിമീന, കുറ്റവാളികളെ, യൗമ ഇതിൻ, അന്നേ ദിവസം, സുർഖ, നീലവർണ്ണമുള്ളവരായിട്ട് അല്ലെങ്കിൽ നീലക്കണ്ണന്മാരായിട്ട് എന്നാണ്. അതായത് കാഹളത്തിൽ ഊതപ്പെടുന്ന ദിവസം എന്ന് പറയുമ്പോൾ ആ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളിൽ അവർ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്നത് ആര്? ആ മുജ്രിമീങ്ങൾ, ആ കുറ്റവാളികൾ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം, ആരാണ് ഈ കുറ്റവാളികളെന്ന്. അള്ളാഹുവിൻ്റെ ഇത്തരത്തിലുള്ള ആയാത്തുകളെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മിൻ അംബാ ഇമാ ഖദ് സബഖ്, മുൻകഴിഞ്ഞു പോയവരെ പറ്റിയുള്ള വൃത്താന്തങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളെയാണ് ഇവിടെ മുജ്രിമീൻ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അത്തരം കാര്യങ്ങളെ തൊട്ട് ശ്രദ്ധയില്ലാതെ അശ്രദ്ധരായി ജീവിക്കുന്ന ആളുകൾ അല്ലാഹു സുബ്ഹാനഹു തആല പേര് പറഞ്ഞത് കുറ്റവാളികളെന്നാണ്. അത്തരം കുറ്റവാളികളെ അന്നേ ദിവസം അല്ലാഹു നീലവർണ്ണമുള്ളവരായിട്ട് അല്ലാഹു ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, എന്താണ് ഈ സുർഖ എന്നുള്ളത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവർ അനുഭവിക്കുന്ന ആ ഒരു കുറ്റത്തിൻ്റെ അസഹ്യതയുടെ കാഠിന്യമാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. പാപത്തിൻ്റെ കാഠിന്യത്തിൽ കാഠിന്യം അവർ കാണുമ്പോൾ അവരുടെ കണ്ണുകൾ നീലവർണ്ണമുള്ളതാകുന്നു. അവരതിൻ്റെ ഭയാനകത കണ്ട് പേടിച്ചരണ്ടുകൊണ്ട് സഹിക്കവയ്യാത്ത ആ ഒരു പ്രതിഫലം അല്ലെങ്കിൽ ആ പാപഭാരം പേറേണ്ടി വരുന്നതിലൂടെ അവർക്കുണ്ടാകുന്ന ആ ഒരു അവരുടെ കണ്ണിൻ്റെയും മറ്റും ആ ഒരു മാറ്റമാണ് ഇവിടെ സുർഖ എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത്തരത്തിലുള്ള ആളുകളെ യൗമ യുൻഫഖു ഫിസ്സൂർ വനഹ്ശുറുൽ മുജ്രിമീന യൗമഇദിൻ സുർഖ. എന്നിട്ടോ യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റ. അത്തരം ആളുകളുടെ ഒരു സംഭാഷണമാണ് പറയുന്നത്. യതഖാഫതൂന, അവർ ഭയവും സങ്കോചവും നിമിത്തം സ്വകാര്യ സംഭാഷണം നടത്തുകയാണ്. യതഖാഫതൂന പറഞ്ഞ പേടിച്ചരണ്ടുകൊണ്ട് അവർ പരസ്പരം പറയുകയാണ്. യതഖാഫതൂന ബൈനഹും, അവർക്കിടയിൽ ഭയം കൊണ്ടും സങ്കോചം കൊണ്ടും ഉണ്ടാകുന്ന ഒരു സംഭാഷണം, ഒരു സ്വകാര്യ ഭാഷണം. എന്താണ്? ഇല്ലബിസ്തും ഇല്ലാ അശ്റ. അതാണ് ഇല്ലബിസ്തും. അവർ പറയുന്നത് നിങ്ങൾ പാർത്തിട്ടില്ല, നിങ്ങൾ താമസിച്ചിട്ടില്ല, ഇല്ല അശ്റ, 10 ദിവസമല്ലാതെ. അപ്പോൾ യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ലാ അശ്റ, അവരന്യോന്യം പതുക്കെ പറയുമെന്നാണ്, 10 ദിവസമല്ലാതെ നിങ്ങൾ ഭൂമിയിൽ താമസിക്കുകയുണ്ടായിട്ടില്ല എന്ന്. അപ്പോൾ നമുക്കറിയാലോ, ഈ
നാളെ പരലോകത്ത് അവർ കാണുന്ന ആ ഒരു ദിവസങ്ങളുടെയും നിമിഷങ്ങളുടെയും ഒക്കെ ദൈർഘ്യം കണ്ടിട്ട് അവർ പറയുകയാണ്, ഭൂമിയിൽ 10 ദിവസമല്ലാതെ താമസിക്കുകയുണ്ടായിട്ടില്ല എന്ന്. ഖബറിലും മറ്റും ശിക്ഷകളില്ല എന്ന് വാദിക്കുന്നവർ തെളിവായിട്ട് പറയുന്ന ഒരു ആയത്താണ് ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പക്ഷേ ഈ ഒരു വിഷയത്തിൻ്റെ വിശദീകരണമായിട്ട് സൂറത്ത് മുഅ്മിനൂൻ 112 ആയത്തിൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പരലോക ജീവിതത്തിൻ്റെ ദൈർഘ്യവും അവിടെയുള്ള ഭയാനകമായ കാഴ്ചകളും കാണുമ്പോൾ ഭൂമിയിൽ അവർ കഴിച്ചുകൂട്ടിയ കാലം വളരെ കുറച്ചാണെന്ന് അവർക്ക് തോന്നും എന്നുള്ളതാണ് ഈ ഒരു ആയത്തിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയുള്ളൊരു സംസാരമാണ് അവർ സംസാരിക്കുന്നത്. പേടി മൂലം, ഭയം മൂലം, സങ്കോചം മൂലം. യതഖാഫതൂന ബൈനഹും ഇല്ലബിസ്തും ഇല്ല അശ്റ. എന്നിട്ട് തൊട്ടടുത്ത ആയത്തിലോ നഹ്നു അഅ്ലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമ. എന്താണ് നഹ്നു അഅ്ലമു? തീർച്ചയായും നമ്മൾ നല്ലവണ്ണം അറിയുന്നവനാണ്. ബിമാ യഖൂലൂന, അവർ പറയുന്നതിനെ പറ്റി. ഇദ് യഖൂലു, അവർ പറയുമ്പോൾ, അംസലുഹും, അവരിൽ വെച്ച് ഉത്തമൻ അല്ലെങ്കിൽ മിതമായവൻ, മര്യാദക്കാരൻ അവരിൽ വെച്ച് പറയുന്ന ആ ഒരു സന്ദർഭം നമുക്ക് ശരിയായ രൂപത്തിൽ നല്ലവണ്ണം നാം അറിയുന്നവനാണ്. എന്ത്? ത്വരീഖത്തൻ, മാർഗത്തിൽ ഒരു മാർഗം പറയുന്ന, അവരിൽ വെച്ചുള്ള ഉത്തമനായ ഒരാൾ, മര്യാദക്കാരനായ ആള് ഒരു മാർഗം പറയുമ്പോൾ എന്ത്? ഇല്ലബിസ്തും ഇല്ലാ യൗമ, ഒരു ദിവസമല്ലാതെ നിങ്ങൾ താമസിച്ചിട്ടില്ല എന്ന് അവരോട് പറയും. അപ്പോൾ നഹ്നു അഅ്ലമു ബിമാ യഖൂലൂന ഇദ് യഖൂലു അംസലുഹും ത്വരീഖതൻ ഇല്ലബിസ്തും ഇല്ലാ യൗമ. അവരിൽ ഏറ്റവും ന്യായമായ, ഏറ്റവും ഉത്തമനായ ഒരു നിലപാടുകാരൻ പറയുകയാണ്, ഒരൊറ്റ ദിവസം മാത്രമേ നിങ്ങൾ ഭൂമിയിൽ താമസിച്ചിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ അവർ പറയുന്നതിനെപ്പറ്റി നാം നല്ലവണ്ണം അറിയുന്നവനാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അല്ലാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് പിന്തിരിയുന്നവർ അന്ത്യനാളിലും അതിനുശേഷവും ഏറ്റവും നിന്ദ്യമായ അവസ്ഥയിലായിരിക്കും അന്നുണ്ടായിരിക്കുക എന്നുള്ളതാണ് ഇത്തരം സംഭാഷണങ്ങളിലൂടെ അല്ലെങ്കിൽ ഇത്തരം ആയത്തുകൾ പഠിക്കുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാമല്ലോ, വഖാല റബ്ബുക്കും ഉദ്ഉനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ എന്നുള്ള ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നത് അതാണ് അല്ലേ. നിങ്ങളുടെ റബ്ബ് പറയുകയാണ്, നിങ്ങൾ എന്നോട് വിളിച്ച് പ്രാർത്ഥിക്കുവിൻ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന്. എന്നാലോ എന്നെ വിട്ട് നിങ്ങൾ അഹങ്കാരം നടിച്ചുകൊണ്ട്, എന്നെ ആരാധിക്കുന്നതിൽ നിന്ന് നിങ്ങൾ കിബിർ നടിച്ചുകൊണ്ട് പുറംതിരിഞ്ഞു നിൽക്കുന്ന ആളുകൾ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായിട്ട് ജഹന്നമിൽ പ്രവേശിക്കുന്നവരാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല 40-ാമത്തെ അധ്യായത്തിൽ 60-ാമത്തെ ആയത്തിലൂടെ നമ്മളെ കേൾപ്പിക്കുന്ന കാര്യമെല്ലാം ഇവിടെ നമ്മൾ ഓർത്തെടുത്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളുടെ ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇനി തൊട്ടടുത്ത ആയത്തിലൂടെ അല്ലാഹു പറയുകയാണ്, വയസ് അലൂന കാനിൽ ജിബാൽ ഫഖുൽ യൻസിഫുഹാ റബ്ബി നസ്ഫ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ഉത്തരം മുട്ടിപ്പിച്ചിരുന്ന ആളുകൾ ചോദിച്ചിരുന്ന ഒരു ചോദ്യമാണിത്. അവർ താങ്കളോട് ജിബാലിനെ സംബന്ധിച്ച് ഖിയാമത്ത് നാളിൽ എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുന്ന വേള അവർ താങ്കളോട് പർവ്വതങ്ങളെ സംബന്ധിച്ച് ചോദിക്കും. ഫഖുൽ നബിയെ താങ്കൾ പറയണം, യൻസിഫുഹാ റബ്ബി നസ്ഫ, യൻസിഫുഹാ റബ്ബി നസ്ഫ, എൻ്റെ രക്ഷിതാവ് അവയെ പൊടിച്ച് പാറ്റിക്കളയുന്നതാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. നമുക്കറിയാം, പർവ്വതങ്ങൾ ഭൂമിക്ക് ആണികളെന്നോണം അല്ലേ, അതിൻ്റെ ഉറപ്പിന് വേണ്ടി, അതിൻ്റെ നിലനിൽപ്പിന് വേണ്ടി വൽ ജിബാല ഔതാദ, നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ജിബാലുകളെ അന്നേ ദിവസം എൻ്റെ റബ്ബ് പൊടിച്ച് പാറ്റിക്കളയുന്നതാണ് എന്ന് ജിബാലിനെ സംബന്ധിച്ച് ചോദിക്കുന്നവരോട് താങ്കൾ പറഞ്ഞു കൊടുക്കണം. മാത്രമല്ല ഫയദറുഹ ഖാഅൻ സഫ്സഫ, എന്നിട്ട് അവൻ അതിനെ സമനിരപ്പായ മൈതാനമാക്കി വിടുന്നതാണ് എന്ന്.
ഖ്വാഅൻ സഫ്സഫ എന്ന് പറഞ്ഞാൽ അതാണ്. അവൻ അതിനെ സമനിരപ്പായ ഖ്വാആക്കി മൈതാനമാക്കി വിടുന്നതാണ് എന്നും പറഞ്ഞു കൊടുക്കണം. ലാ തറാ ഫീഹ ഐവജൻ വല അംത, അതിൽ ഒരു ഇറക്കമോ കയറ്റമോ നീ അവിടെ കാണുകയില്ല എന്നും അവർക്ക് നീ പറഞ്ഞു കൊടുക്കണം.